Sarina's family, her brother and her grandmother. And the lamp is passed over to the Bigg Boss family here. With all the prayers and blessings, we start off with today's ceremony. Okay, got the job. And thus officially, Onyx Designs, Love Designs has declared open. Thank you for all your prayers and blessings. And next, we move on to our first sale. Hosting out. ഡിസൈൻസ് നിങ്ങൾക്കായി ഇവിടെ ചിറ്റൂറുകളിൽ തുറക്കാണ്. ഒരുപാട് സന്തോഷം ഇത്രയും അധികം ആൾക്കാർ നമ്മളുടെ ഈ ഒരു സംരംഭത്തിന് ഈ ഒരു തുടക്കത്തിൽ കൂട്ടായിട്ട് ചേർന്ന് വരാൻ മനസ്സ് കാണിച്ചില്ല. താങ്ക് യു സോ മച്ച്. ഞാൻ പറയാൻ തുടങ്ങുകയാണെങ്കിൽ ബിഗ് ബോസ് തൊട്ടാണ്. ബിഗ് ബോസ് തൊട്ടുള്ള ഒരു ജേർണിയിൽ എനിക്ക് കിട്ടിയ സപ്പോർട്ടും സ്നേഹവും തന്നെയാണ് എൻ്റെ എനർജി. അതിൽ ഞാൻ വർക്ക് ചെയ്ത് ആൻഡ് ഐ ഫൗണ്ട് എ ഗുഡ് പാർട്ട്ണർ ടു വർക്ക് വിത്ത്. സോ ഹിയർ വി ആർ വിത്ത് CR Lux Designs. എല്ലാവർക്കും വേണ്ടി തുറക്കാണ് ഇന്ന്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ എക്സ്പെർട്ടൈസ് ചെയ്യുന്ന ഇത് എൻ്റെ അങ്കിളാണ്, ഫാദർ സുനിൽ ജോസഫ്. അപ്പം നമ്മൾ എക്സ്പെർട്ടൈസ് ചെയ്യുന്നത് ലെഹങ്കാസ്, ബ്രൈഡൽസ്, സൽവാസ്, കസ്റ്റമൈസേഷൻസ് ഉണ്ട്. അപ്പം 4500 സ്ക്വയർ ഫീറ്റിൽ നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. സോ ലെറ്റ്സ് ഓൾ മേക്ക് ദിസ് എ ബ്ലാസ്റ്റ് സക്സസ്. എനിക്ക് ഇത്രയും നാൾ സപ്പോർട്ട് തന്നത് ഇനിയും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി വന്ന് ചേർന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു. Shaju AR, Manisha KS, Vikas VES. They are on the way only. Let's wait for them. Yeah, seriously, I didn't get time to
pop out and check who all came and all. So that കുറേ നാളുകൊണ്ട് അവിടെ പ്ലാൻ ചെയ്തുകൊണ്ട് പറഞ്ഞൊരു സംഭവമാണിത്. ആൻഡ് ഫൈനലി ഇന്നാണ് അതിൻ്റെ ഇനാഗ്രേഷൻ. അപ്പോൾ എനിക്ക് പങ്കെടുക്കാൻ വന്നത് ഭയങ്കര സന്തോഷമുണ്ട്. ടു ബി എ പാർട്ട് ഓഫ് ദിസ് ആൻഡ് ഐ എം റിയലി വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. ഈ അടുത്ത ആരാ? പാട്ട് വെച്ചാലിപ്പോൾ മനസ്സിലായോ? മനസ്സിലായോ? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്തായാലും ഭയങ്കര പ്രൗഡാണ്, പ്രത്യേകിച്ച് സെറീന ഇങ്ങനെ ഷോപ്പ് ഇത് ആദ്യം പ്ലാൻ ചെയ്ത് ഞാനായിരുന്നല്ലോ ഷോപ്പ് ഇടണം എന്നുള്ളത്. അതെ നടത്തിയത് സെറീനയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. സെറീന ഷോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഷോപ്പ് തന്നെയല്ലേ. ലാഭത്തിൻ്റെ ഒരു വിഹിതം എനിക്കുള്ളതാണ്. അതാ. അപ്പം എന്താ അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും സെറീനയ്ക്കും സെറീനയുടെ കൂടെ പാർട്ട്ണർഷിപ്പ് ചെയ്യുന്ന റെന്നിനും എല്ലാവിധ ആശംസകളും. അപ്പൊ എന്തായാലും Thank you so much. Can we have a song from you? Again, don't you want to ask them sometime? You all know they were from Big Boss. You have got them here right hand. You can catch them. Come on, anybody? Nobody? Okay. Can I ask you a question? Sure. About Big Boss, anyway you are. ഞാൻ പഠിക്കുന്നതായിരിക്കും അതെനിക്കറിയാം. അപ്പം ഞാൻ പഠിച്ചു. ഓക്കെ, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. സോറി ഗൈസ്, അപ്പോളജീസ്. എനിക്ക് സത്യം പറഞ്ഞതിന് റിലേഷൻ ഒന്നും അറിയില്ലായിരുന്നു. നമുക്ക് പെട്ടെന്നാണ് ഇങ്ങനെ മൈക്ക് എടുത്ത് തന്നിട്ട് ഓക്കെ റെഡി എന്ന് പറഞ്ഞത്. അതിൻ്റെയാണ്, ക്ഷമിക്കണം. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഫ്രം ബിഗ് ബോസ്. ഇവിടെ കുറച്ച് പേര് ബിഗ് ബോസിൽ നിന്നുള്ള ടീം ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഐ ഗസ് ഹേർഡ് ഹിയർ ആൻഡ് ദേർ. അതുകൊണ്ട് ചോദിക്കുക, ഇവിടെ ആരും എണീറ്റ് നിന്ന് ചോദിക്കുന്നില്ല, കൈയും പൊക്കുന്നില്ല. സോ ഫോർ ദെം ഐ എം ആസ്കിംഗ് ദിസ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ബിഗ് ബോസ് എന്ന് പറയുന്നത് നേരത്തെ സ്ക്രിപ്റ്റഡ് ആണോ അതോ? ക്വസ്റ്റ്യൻ ഇസ് ത്രോൺ ടു ദെം. നൗ ഇറ്റ് ഇസ് ഫോർ ദെം. പ്ലീസ്. പറഞ്ഞു മടുത്തു ഇവിടെ. പക്ഷെ കേൾക്കാത്തവരുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം കേട്ടത് കേട്ടോ. സോറി. സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് സ്ക്രിപ്റ്റഡ് ആണോന്ന്. ഇപ്പം ഈ പറഞ്ഞവർക്ക് അഖിൽ മാരാർ വിന്നർ ആകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും മത്സരിച്ചു എന്നുള്ളതല്ല സ്ക്രിപ്റ്റിന്റെ ഭാഗം. പക്ഷെ ഞങ്ങൾ ആരും സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ടില്ല. ഞങ്ങൾ വിന്നർ ആകാൻ നോക്കിയവരാണ്, ശ്രമിച്ചു, നടന്നില്ല. എങ്കിൽ പോലും സന്തോഷം. ഇത് സ്ക്രിപ്റ്റഡ് ഷോ ഒന്നും അല്ല, ഇത് മുൻകൂട്ടി പ്ലാൻ ഒന്നുമല്ല. പക്ഷെ ഇതൊരു എഡിറ്റഡ് ഷോ ആണെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇനി സെയിം ക്വസ്റ്റ്യൻ ആണോ? സ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഷോ ഡയറക്ടേഴ്സിന് കൃത്യമായ സ്ക്രിപ്റ്റ് ഉണ്ട്. നമ്മൾ സമാധാനപരമായി വീട്ടിലിരിക്കുകയാണെങ്കിൽ അവരവിടെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി നമുക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരുടെ കൂടെ നമ്മളെ ടീമാക്കി അവിടെ ഒരു വഴക്കുണ്ടാക്കാൻ അവർക്ക് പ്ലാൻ ഉണ്ട്. ഓഫ് കോഴ്സ് അത് TRPയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. സോ ഷോ ഡയറക്ടേഴ്സ് ഹാവ് സ്ക്രിപ്റ്റ്. പക്ഷെ നമ്മളെല്ലാം ഓർഗാനിക്കലി നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളത്. ഷോ സ്ക്രിപ്റ്റഡ് അല്ല. സ്ക്രിപ്റ്റഡ് ആയി കഴിഞ്ഞാൽ രസവും ഉണ്ടാവില്ല. പ്രീ പ്ലാൻഡ് അല്ല. മേ ബി ഈ സെറീന പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഷോ ഡയറക്ടേഴ്സിനും ഷോ ക്രിയേറ്റേഴ്സിനും ഒരു സ്ക്രിപ്റ്റ് പോലെ ഉണ്ടാവും. ഇന്ന പോലെ നടക്കണം എന്നുള്ളത് അവർ ഓൾറെഡി സ്ക്രിപ്റ്റ് ഇടാം. ആ സ്ക്രിപ്റ്റിൽ നമ്മൾ പോയി വീഴുവാണ്. അവിടെ നിന്ന് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അത് കണ്ടസ്റ്റൻസിൻ്റെ അനുസരിച്ചിരിക്കും. പിന്നെ ഷോ എഡിറ്റഡ് ആണ്, സ്ക്രിപ്റ്റഡ് അല്ല. ഷോ ഒരു എഡിറ്റഡ് ഷോ ആണ്. നമ്മളെ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യണമെന്ന് ബിഗ് ബോസിൻ്റെ എഡിറ്റേഴ്സാണ്, ചാനലാണ്. സോ ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല. സ്ക്രിപ്റ്റഡ് ആയി കഴിഞ്ഞാൽ ഇത്രയും രസമായിട്ട് മാറത്തില്ല. സോ യാ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. Thank you. One more question which I heard from the group, obviously. ചൂടാണ് obviously. പക്ഷെ ഇപ്പൊ ക്വസ്റ്റ്യൻ വേണ്ടേ? യുവർ ലൈഫ് ആക്ച്വലി ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ ഹഗ്ഗിങ് ഒക്കെ ആയി. ഞങ്ങൾ ടീംഡ് അപ്പ് ആണ്. ലെറ്റ്സ് ഹിയർ ഫ്രം ദം.
ഫ്രണ്ട്ഷിപ്പ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി എല്ലാവരും ഫ്രണ്ട്സ് ആണെന്ന് ഞാൻ പറയത്തില്ല, ഡെഫിനറ്റ്ലി. പക്ഷേ എനിക്ക് പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ കുറേയും കൂടി മിങ്കിൾ ചെയ്ത് ഞാൻ കുറേയും കൂടി ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് നമ്മുടെ സീസണിലാണെങ്കിലും കുറേ ആൾക്കാരായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് നിൽക്കുന്നവർ പലരും പക്ഷേ ഇന്ന് വരാൻ പറ്റിയില്ല, ഉച്ച കഴിഞ്ഞ് ചിലവരൊക്കെ വരുന്നതാണ്. ഒരാൾ രാവിലെ ഒരു ഷൂട്ടെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ സാഗരേട്ടനാണെങ്കിലും ഉച്ച കഴിഞ്ഞ് വരുന്നുണ്ട്. സോ വരാൻ പറ്റാത്തവർക്ക് ഞാൻ കട്ട് ചെയ്യണം, അല്ലാതെ ഇപ്പം ഞാൻ എന്താ പറയുക. ബട്ട് താങ്ക് യു, നിങ്ങൾ 3 പേരും വന്നതിൽ ഐ എം വെരി 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 ഹാപ്പി. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ശരി കേട്ടോ. ഈ സെറീന പറഞ്ഞാൽ സെറീന കുറച്ചും കൂടി കോൺടാക്ട് കീപ്പ് ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ള ആളാണ്. സെറീന നമ്മളിപ്പം കുറച്ച് നാൾ മെസ്സേജ് അയച്ചില്ലെങ്കിൽ മെസ്സേജ് അയച്ച് ഇങ്ങോട്ട് വന്ന് മിണ്ടിക്കോളും. അതുകൊണ്ട് അതെ. അപ്പൊ ഞാൻ പക്ഷേ സ്വാഭാവികമായിട്ടും കുറേ നാളിന് ശേഷം കാണുകയാണെങ്കിലും പഴയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും. അപ്പോൾ ഞാൻ അഖിലേനെ കുറേ നാളിന് ശേഷം അവസാനം ഒരു മാരേജിന് കാണുന്നത്. പക്ഷെ ഞങ്ങൾ ആ ഒരു പിണക്കമൊന്നുമില്ല, ഞങ്ങൾക്ക് ആ ഗ്യാപ്പൊന്നുമില്ല, ഞങ്ങൾ മിണ്ടുന്നു. അതിപ്പോൾ ആരാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാവരുമായിട്ട് ഭയങ്കര കൂട്ടാന്നല്ല, പലർക്കും പല സ്പേസുകളാണ്. പക്ഷെ സെറീനയെ സംബന്ധിച്ച് സെറീന ഞാനും കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് ഭയങ്കര കൂട്ടാണ്. അതെ, എൻ്റെ എല്ലാ അപ്ഡേറ്റ്സും സെറീനയ്ക്ക് അറിയാം. പ്രത്യേകിച്ച് വീട് വയ്ക്കുന്നതും എൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ സെറീനയ്ക്ക്. വിഷ്ണുവിനാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസം അതെ തിരിച്ചു 2 ദിവസം വിഷ്ണു ഞാനായിട്ട് ഒരു പണിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. എൻ്റെ ഇത് പറയണ്ട. ഓക്കെ, എനിക്ക് ബിഗ് ബോസ് കൊണ്ട് ഏറ്റവും എനിക്കെന്നല്ല ഓൾമോസ്റ്റ് എല്ലാവർക്കും നല്ല ബന്ധങ്ങളെ കിട്ടിയിട്ടുണ്ട് ബിഗ് ബോസ് കാരണം. ഞങ്ങളുടെ സീസൺ മാത്രമല്ല, ഓൾമോസ്റ്റ് ഇപ്പോൾ 6 സീസൺ കഴിഞ്ഞിട്ടുണ്ട്. അതിലെല്ലാവർക്കും നല്ല ബന്ധങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു ഭയങ്കര മാസ്സായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് നമ്മുടെ സീസണാണ്. മറ്റുള്ള സീസണെ അധിക്ഷേപിച്ചുകൊണ്ട് പറയുകയല്ല, എനിക്ക് തോന്നിയതാണ് എല്ലാവരും ഇല്ല അങ്ങനെയല്ല. എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഹെൽപ്പ് വേണമെങ്കിലോ ഇതെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കാനും സങ്കടങ്ങൾ പറയാനും സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനൊക്കെ ഉള്ള ഒരുപാട് നല്ല ചങ്ങാതിമാരെ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നമുക്ക് റിബൺ കട്ട് ചെയ്യാൻ പോകാം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പുഴുങ്ങുന്നതായിരിക്കും. ഫ്രണ്ട്ഷിപ്പിനെ പറ്റി കണ്ടസ്റ്റന്റ് അല്ലെങ്കിലും പറ ചേച്ചി 2 വാക്ക്. ഞാൻ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് അല്ലെങ്കിലും അതിനൊരു ബോണസായി വന്നൊരു സംഭവം എന്നൊക്കെ പറയാം. ലക്ഷ്മി ചേച്ചി അടുത്ത സീസണിലോട്ടുണ്ട്, ഓഡിഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരാളാണ്. വലിയ പാടാണ് എനിക്ക് ഫ്രണ്ട്സിനെ. അങ്ങനെ ഞാൻ പെട്ടെന്ന് ആരോടും അങ്ങനെ എന്തെങ്കിലുമൊന്നും നടത്തില്ല. ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല, പാടാണ് എനിക്ക്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? ഇതിന് എന്തോ രാവിലെ എണീക്കുന്ന തന്നെ ഇതൊക്കെ മെസ്സേജ് വെച്ചിട്ടാ. നിങ്ങളുടെ ലബ്ബാണോ? ഒരു ദിവസം പോലും ഇല്ല ഒരു ഫോൺ ചെയ്യാത്തല്ലേ. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഞങ്ങളുടെ മമ്മയെ എവിടെ വിളിച്ചോക്കി, ഇന്ന് ലക്ഷ്മിയെ വിളിച്ചോ എന്നാ ചോദിക്കുന്നത്. താങ്ക് യു.